അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടും നമ്മുടെ സന്താനങ്ങളെയൊക്കെ നാം വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുന്നവരാണ്. നമ്മുടെ മക്കളെ പിശാചിൽ നിന്ന്, അതുപോലെ ബാഹ്യ ശക്തികൾ, പൈശാചിക സ്വഭാവങ്ങളെ തൊട്ടൊക്കെ, അനാവശ്യ സ്വഭാവങ്ങളെ തൊട്ടൊക്കെ നമ്മുടെ മക്കൾ ശുദ്ധവാന്മാരായിരിക്കണം, നല്ല രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് രക്ഷിതാക്കളായ നാം എല്ലാവരും. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ, അതുപോലെ രാത്രിയായി, വൈകുന്നേരം രാത്രിയും കൂടുന്നൊരു സമയം, മഗ്‌രിബിൻ്റെ സമയം, ഈ സമയമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങളൊരിക്കലും പുറത്തേക്ക് ഇറക്കരുത്. മുത്തുനബി പഠിപ്പിക്കുകയാണ്, അവിടുന്ന് പറയുന്നു, കുഫു സുബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടഞ്ഞു വെക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇന്ന ഷൈത്വാന തൻതശിറു, അതെന്ത് ചെയ്യുന്നു, ഹൈന ഇതിൻ, ആ സമയത്ത് ഷെയ്ത്താൻ ഇങ്ങനെ പറന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത് അവിടുന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഓടി നടക്കും ഷെയ്ത്താൻ, നമ്മുടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അവരെ വശത്താക്കാൻ വേണ്ടിയിട്ട്, ആ മക്കളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർ എന്തെങ്കിലും കണ്ട് പേടിക്കാനൊക്കെ അത് ഈ സമയം കാരണമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ മക്കളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കരുത്. മാത്രമല്ല, ഇങ്ങനെ ഫൈദാ ദഹബ സാഅത്തുൻ മിനൽ ലൈൽ, ഈ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഫഹുല്ലൂഹും, നിങ്ങളെന്ത് ചെയ്യാം, അവരെ അയച്ചുവിടാന്ന് പറഞ്ഞാൽ, അയച്ചുവിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വതന്ത്രമായി അയച്ചുവിടലല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലായി നിങ്ങളെ മക്കളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല, ശ്രദ്ധിക്കുക. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുന്ന് പഠിപ്പിക്കുന്നു, വഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ നിങ്ങളുടെ വീടുകളുടെ വാതിലുകളെ അടയ്ക്കണം. രാത്രിയായി കഴിഞ്ഞാൽ വാതിൽ തുറന്നിടുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, വീടിൻ്റെ വാതിലുകൾ നാം അടയ്ക്കണം. എന്നിട്ട് ആ അടയ്ക്കുന്ന സമയത്ത് അവൻ പറയണം, വദ്കുറുസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് പറയണം എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ വാതിലടയ്ക്കാം. ജനവാതിലുകൾ എങ്ങനെ അടയ്ക്കേണ്ടത്? അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ജനവാതിലുകൾ അടയ്ക്കേണ്ടത്. ഇങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്ന ഷൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗലഖാ, ബിസ്മി ചൊല്ലി അടച്ച ഒരു വാതിൽ അത് പിശാചിന് ഒരിക്കലും തുറക്കാൻ കഴിയില്ല. അതിൻ്റെ താക്കോല്, നമ്മളതിന് താക്കോലിട്ട് പൂട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ താക്കോല് ബിസ്മിയാണ്. ആ ബിസ്മി കൊണ്ട് അടച്ച വാതിലുകൾ പിശാചിന് ഒരിക്കലും തുറക്കാൻ കഴിയില്ല, എത്ര ശ്രമിച്ചാലും തുറക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പിശാചിന് ഇശാ മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഈ രീതിയിൽ ബിസ്മി ചൊല്ലിയിട്ട് വാതിലുകൾ അടയ്ക്കുക. മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ് ദാരിദ്ര്യം വീട്ടിൽ അങ്ങനെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രരുടെ ജീവിതമാണ് നമുക്കുള്ളത് എന്നാണ്, അതിൽ നിന്നൊക്കെ ഒരു കരകയറ്റം എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതേ രൂപത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട്, ഷഖാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖറിനെ, അതായത് ദാരിദ്ര്യമുണ്ട് നബിയെ ജീവിതത്തിൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്, എന്താണ് ചെയ്യേണ്ടത് അതിനൊരു ഉപദേശത്തെ തേടിയിട്ട് ഒരു മനുഷ്യൻ വന്നു. മഹാനായ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, മോനെ, ഇദാ ദഖൽതൽ ബൈത്ത, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിം, നിങ്ങൾ സലാം പറയണം. ഇൻകാന ഫീഹി അഹദുൻ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പക്ഷേ അവിടെ മക്കളുണ്ടാകും, അല്ലെങ്കിൽ ഉപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകും. അവരോട് സലാം പറയണം. സലാം പറഞ്ഞിട്ടാണ് നാം പ്രവേശിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. പിന്നെ പറയാണ്, വൈലം യക്കുൻ ഫീഹി അഹദുൻ, അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്, അപ്പോൾ വീട് പൂട്ടിയിട്ട് പോയതാണ്, ബിസ്മി ചൊല്ലി പൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പോയി വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് ആരുമില്ലല്ലോ വീട്ടിൽ, അങ്ങനെയാണെങ്കിലോ അവിടെ നിന്ന് ഫസല്ലിം അലയ്യ, നീ എൻ്റെ മേലിൽ സലാം ചെല്ലണം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ മേൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് സലാം ചെല്ലണം എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, വഖറ, മോനെ നീ ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ഒറ്റ തവണ. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹ്, നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് വീട്ടിൽ പ്രവേശിക്കട്ടെ. അത് നിൻ്റെ ഫഖർ, നിൻ്റെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി തീർക്കും. ചെറിയ സൂറത്താണ്, എല്ലാവർക്കും ഓതാൻ കഴിയുന്നതുമായൊരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ. അങ്ങനെ ശേഷം പറയാണ്, ഫഫഅല റജുലു, ഈ മനുഷ്യൻ ഇതിങ്ങനെ ചെയ്തപ്പോൾ ഫഅദറല്ലാഹു അലൈഹി റിസ്ഖഹ്,
അങ്ങനെ ആ മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക്കിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അവനക്ക് എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിൽ നിന്ന് അവൻ അള്ളാഹു കരകയറ്റി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഹത്താ അഫാദ അലാ ജിറാനിഹി, അത് അവനക്ക് മാത്രമല്ല അവൻ്റെ അയൽവാസികൾക്ക് വരെ അവൻ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ഒരു കാരണമായി തീർന്നു. എന്ത്? സൂറത്തുൽ ഇഖ്ലാസ് ഓതി അവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്. നോക്കി നിങ്ങൾ, എത്ര ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണത്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.